السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വിശദീകരിച്ചു വരുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യമാണ്. അതിൻ്റെ വിവിധ വശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തന്നെ ഒരു ഭാഗം കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുള്ളത് കൊണ്ട് ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്നത്. കാരണം നമ്മെ സംബന്ധിച്ച് അല്ലാഹുവിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കുക, അതിന് കോട്ടം സംഭവിക്കാതെ അത് എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെ വിശ്വസിക്കണം, അതിലൊരു കുഴപ്പവും സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്. കാരണം ആ ഒരു വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അതിൽ തെറ്റായ വിശ്വാസങ്ങൾ വരുമ്പോൾ ആ രംഗത്ത് ബാക്കി കാര്യങ്ങളിൽ ആ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഈ രംഗത്തുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഓരോ മതവിഭാഗത്തിനും അവരുടേതായ വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. അതിനുള്ള അപാകതകളൊക്കെ അവരുടെ മറ്റു ജീവിത മേഖലകളിലും കാണാം. കാരണം അതിന്റെ സ്വാധീനമാണ് ബാക്കി മേഖലകളൊക്കെ വരിക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു കലർപ്പുമില്ലാതെ ശരിയായ രീതിയിൽ അല്ലാഹുവിൽ ഈമാൻ ബില്ലാ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഈമാൻ കാര്യം കൂടി ശരിയായാൽ ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ അല്ലാഹുവിലുള്ള വിശ്വാസം പരിചയപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ശരിക്കും നമ്മളതിനെ അവലംബിക്കേണ്ടത്. അള്ളാഹുവിനെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും ഒക്കെ ഖുർആൻ അവലംബിക്കുന്ന രീതിയുണ്ട്. കാരണം അത് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്ന ഒരു രീതിയാണ്. ആ രീതിയിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ല നമ്മളുടേതായ യുക്തി ചിന്തയും തത്വശാസ്ത്രവും ഒക്കെ ആവിഷ്കരിച്ചുണ്ടാക്കി പടച്ചോനെങ്ങനെ നമ്മളെന്നെ ഉണ്ടാക്കുന്ന പടച്ചോനല്ല, മറിച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിരുന്ന രൂപമുണ്ട്. അതങ്ങനെ തന്നെ നമ്മളങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് ആ വിശ്വാസം പോകുന്നത്. ഇതിലൊരു ഭാഗം ഈ അള്ളാഹുവിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യം, നമ്മളുമായിട്ടുള്ള ബന്ധം, സാന്നിധ്യം നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്യുന്നവരുണ്ട്, അള്ളാഹുവിൻ്റെ സാന്നിധ്യം നിഷേധിക്കുന്നവരുണ്ട്, പല ആളുകളും ഈ ലോകത്തൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആൻ ആ കാര്യം, അവൻ്റെ സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നമ്മളെ മനസ്സിലാക്കി തരുന്നതൊക്കെ എങ്ങനെയെന്നുള്ളതിന് ഖുർആൻ ഒരു രീതി ശാസ്ത്രമുണ്ട്. അതിന് ഖുർആൻ അവലംബിച്ച ഒരു രീതിയാണ് നമ്മളിന്ന് പറയുന്നത്. ഖുർആൻ അവലംബിച്ച രീതി അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രപഞ്ചം, അള്ളാഹു അല്ലാത്തൊക്കെ അവൻ്റെ മുഴുവനും അവൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ സൃഷ്ടാവായ അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ആ ചിന്തയുടെ സ്വാഭാവിക ഫലമായിട്ട് നമ്മൾ എത്തിച്ചേരുക അള്ളാഹുവിലേക്കാണ്. അതാണ് ഖുർആൻ സ്വീകരിക്കുന്ന രീതി. ഒന്നുകൂടി പറയാം, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ അള്ളാഹു നമ്മളുടെ മുമ്പിൽ അതിൻ്റെ അത്ഭുതങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു. എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു.
അങ്ങനെ ചിന്തിച്ചും പഠിച്ചുമൊക്കെ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു നിക്ഷേപിച്ച ഖുർആൻ ഉപയോഗിച്ച വാക്ക് ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ. അടയാളം എന്ന് പറഞ്ഞാൽ തെളിവുകൾ. ആ തെളിവുകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു ഇങ്ങനെ തെളിഞ്ഞു വരും മനസ്സിൽ. അങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുലേക്ക് എത്താനുള്ള വഴി. സൃഷ്ടി പ്രപഞ്ചത്തെ പറ്റി പഠിക്കുക, അതിനെ അനാവരണം ചെയ്യുക, അതിനെ വിശകലനം ചെയ്ത് വിലയിരുത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തും. ഈ ഒരു രീതിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം അതാണ്. അതിൽ രണ്ടാമത്തെ ഒരു ഭാഗം, ഇങ്ങനെ അള്ളാഹുവിനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം, ഖുർആൻ പറഞ്ഞ ഈ രീതി സ്വീകരിച്ചാൽ ഒരു കാലത്തും അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കാൻ കഴിയില്ല. അതിന്റെ പ്രത്യേകത അതാ. അതിന് കാരണം ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷം മുമ്പ് ഈ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ അങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ നിർദ്ദേശിച്ച പ്രപഞ്ചത്തിലെ ഭൗതിക ദൃഷ്ടാന്തങ്ങൾ അവർ പഠിക്കും. അന്നത്തെ സാഹചര്യം അനുസരിച്ച്, അന്നത്തെ വിവരങ്ങൾ അനുസരിച്ച്, അന്നത്തെ നമ്മൾ പറയുന്ന ശാസ്ത്രം അനുസരിച്ച് പഠിക്കും. ആ പഠനത്തിനനുസരിച്ച് അവർക്ക് വിചാരിച്ച അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. കാലം പിന്നിടുമ്പോൾ ഈ രംഗത്ത് പുതിയ പഠനങ്ങൾ വരും, ഗവേഷണങ്ങൾ വരും, പുതിയ പുതിയ വിജ്ഞാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾക്ക് വീണ്ടും വീണ്ടും വിവരങ്ങൾ കൂടും. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസം വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ കാലം പഴകും തോറും തെളിവുകൾ അപര്യാപ്തമാവില്ല, തെളിവുകൾ കൂടുതൽ ശക്തമാവുക ചെയ്യാം. കാരണം കാലം കഴിയും തോറും പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ പറ്റിയ രഹസ്യങ്ങളും വിവരങ്ങളും നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. പുതിയ സങ്കേതങ്ങളും ടെക്നിക്കും ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ വിവരം കിട്ടും. അപ്പൊ അള്ളാഹുവിന് കൂടുതൽ വേണം. കാലം പഴകിയാൽ തെളിവ് മോശമാവുകയല്ല ചെയ്യുക, ശക്തമാവുകയാണ് ചെയ്യുക. അതാണ് ഈ ഒരു തെളിവിന്റെ പ്രത്യേകത. അതാണ് ഖുർആൻ അത് സ്വീകരിച്ചത്. സൃഷ്ടികളുടെ ഈ ലോകം, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചം പരിചയപ്പെടുത്തിയിട്ട് ആ ദൃഷ്ടാന്തങ്ങളെ പറ്റി നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താം, അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാം എന്ന് പറയുന്നു. എന്താണ് ഈ തെളിവുകളുടെ ഒരു രൂപത്തെ പറ്റി വിശുദ്ധ ഖുർആന്റെ തന്നെ ചില വാക്കുകൾ നോക്കുക. ഈ ഒരു ഉദാഹരണം, ഒരായത്തിന്റെ ഒരു ഉദാഹരണം, ആകാശത്തുണ്ടാകുന്ന മേഘപാളികൾ, ആ മേഘപാളികള് മഴയുള്ള മേഘങ്ങൾ ഉണ്ടാവും, മഴമേഘങ്ങൾ അല്ലാത്തൊക്കെ ഉണ്ടാവും. അതിന് പിന്നെ കാറ്റടിക്കുന്നതും, പിന്നീട് അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവൻ ഉദ്ദേശിക്കുന്ന അളവിലും തോതിലും, ഇതൊക്കെ അങ്ങനെയാണ്. അതൊക്കെ വെറുതെ ഒരു കൊട്ടക്കണക്കല്ല, കൃത്യമായ രീതിയിൽ കണിശമായ കണക്കുകൾ അനുസരിച്ച് പെയ്യുന്നതും ഒക്കെ ചെയ്യുന്നു. തോതിൽ ആ മഴ പെയ്യുന്നു. അത് ഏരിയകളും സ്ഥലങ്ങളും ഒക്കെ നിശ്ചയിക്കുന്ന അള്ളാഹുവാണ്. മഴമേഘങ്ങളെ കാറ്റുകൊണ്ട് നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു വിടുകയൊക്കെ ചെയ്യുന്ന അള്ളാഹുവാണ്. ആ ദൃഷ്ടാന്തങ്ങൾ, ഇതൊന്നും മനുഷ്യന് ഇടപെടാൻ കഴിയുന്നില്ല, മനുഷ്യൻ ഇടപെടുന്നില്ല, ഇതിൽ ഇടപെടാൻ കഴിയില്ല. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനിച്ച് നടക്കുന്ന കാര്യമാണ്. അതിങ്ങനെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നു, നോക്ക് നിങ്ങൾ, ഈ മട്ടിലാണ്, ഈ രീതിയിലാണ് നാം അള്ളാഹു അടയാളങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിച്ചു തരുന്നത്, തിരിച്ചു വിട്ടു തരുന്നത്, ഓരോന്നും വിശദീകരിച്ചു തരുന്നത്, വിശകലനം ചെയ്തു തരുന്നത്. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊണ്ട് നന്ദി കാണിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ നിങ്ങൾ നോക്ക്, മഴ പെയ്യുന്ന ഒരു കാര്യം അതിന്റെ വിശദാംശങ്ങളോട് കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ ആയത്തുകൾ പറഞ്ഞു. അപ്പൊ ഇതിന് ആയത്ത് നാം ഉപയോഗിച്ചു ഈ മഴ പെയ്യിക്കുന്ന ഈ രീതിയെ പറ്റി. ആയത്ത് പറഞ്ഞാൽ ദൃഷ്ടാന്തം, അടയാളം, സയൻസ്, സയൻസ് അടയാളം. ആ അടയാളങ്ങളാണ് ഈ കാണിക്കുന്നത്. നമുക്കിങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുക, അടയാളങ്ങൾ കാണിക്കുകയാണ്. അപ്പം ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കണം. അല്ല അള്ളാഹുവിനെ ഒരു വെറുതെ ഒരു വിശ്വാസം എന്ന് പറയല്ല, തെളിവുകൾ ആവശ്യത്തിന് നിരത്തിക്കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കണം എന്ന് പറയുന്നത്. ഖുർആന്റെ ഒരു വിമർശനം നോക്കി നിങ്ങൾ.
ആകാശങ്ങളിലും ഭൂമിയിലുമായി എത്രയെത്ര അടയാളങ്ങളാണ് അള്ളാഹു കാണിക്കുന്നത്. ആകാശങ്ങളിലും ഭൂമിയിലുമായി എത്രയെത്ര തെളിവുകളാണ് അള്ളാഹു കാണിച്ചു തരുന്നത്. യമുറൂന അലൈഹ വഹുമൻഹാ മുഅ്രിദൂൻ, അവരാ അടയാളങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു. വഹുമൻഹാ മുഅ്രിദൂൻ, അതിനൊക്കെ അശ്രദ്ധമായിക്കൊണ്ട്. അപ്പൊ മനുഷ്യന്മാർക്ക് തെളിവിന്റെ അപര്യാപ്തത അല്ല ശരിക്കുള്ളത്, തെളിവില്ലായ്മ അല്ല പ്രശ്നം. തെളിവുകൾ ഇഷ്ടം പോലെ അള്ളാഹു വിന്യസിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ, ഇഷ്ടം പോലെ. എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഭൂമിയിൽ. ഇവിടുത്തെ ഒരു ആറ്റം മുതൽ ഒരണു മുതൽ ഈ ബ്രഹ്മാണ്ഡം മുഴുവനും പടച്ചവനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തരുന്ന തെളിവുകളാണ്. പടച്ചവല്ല എന്ന് പറയാൻ കഴിയില്ല, അത് മനസാക്ഷിക്ക് എതിരിൽ പറയുന്നതാണ്. കൂർത്തിങ്ങ നിൽക്കുന്ന ചോദ്യങ്ങളോട് വെറുതെ മുഖം തിരിഞ്ഞു നിന്നിട്ട് ഇല്ല ഇല്ല എന്ന് വെറുതെ പറയാണ്, മനസ്സിൽ തട്ടാതെ. അത്രയും ബോധ്യമാകുന്ന ഒരു തെളിവാ വഹുമൻഹാ മുഅ്രിദൂൻ. പക്ഷെ ആ തെളിവുകളുടെ മുമ്പിലൊക്കെ തെളിവുകൾക്ക് അശ്രദ്ധമായിട്ട് വിമുഖത കാണിച്ചുകൊണ്ട് മനുഷ്യന്മാർ പോകുന്നു. അപ്പൊ അതാണ് ഇത് ഈ ഇത്രയും പറഞ്ഞത്. ഖുർആൻ അള്ളാഹുവിന്റെ സാന്നിധ്യം അസ്തിത്വം നമ്മളെ ബോധ്യപ്പെടുത്താൻ സ്വീകരിക്കുന്ന രീതി ഈ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ നമ്മളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി ചെറുതും വലുതൊക്കെ അവനവന്റെ ബുദ്ധിയനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ കാണാവുന്ന തെളിവുകളാണ്. അതിലൂടെ നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാൻ കഴിയുന്ന, അത് നിഷേധിക്കാൻ കഴിയില്ല. അതിന് വലിയ ശാസ്ത്രജ്ഞനാവണ്ട, ഒരു ശാസ്ത്രവും പഠിക്കാത്ത വളരെ സാധാരണക്കാരന് അവനവന്റെ മേഖലയിൽ, ഒരു കർഷകന് അവനവന്റെ മേഖലയിൽ വിവരങ്ങൾ ഉണ്ടാവും, ഒരു ടെക്നീഷ്യന് അവനവന്റെ മേഖലയിൽ വിവരങ്ങൾ ഉണ്ടാവും, സാങ്കേതിക ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആ മേഖലയിലെ വിവരങ്ങൾ വെച്ച് ഇങ്ങനെ പരിശോധിച്ചാൽ അവിടെയൊക്കെ പടച്ചവനെ മനസ്സിലാക്കാവുന്നതിലും വിശുദ്ധ ഖുർആൻ അതിൽ ഉപയോഗിച്ച ഒരു രീതി നോക്കുക. വമിൻ ആയാതിഹി ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സൂറത്തുൽ ഫുസ്സിലത്തിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് അതിന്റെ ഒരു ഘടന നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഞാൻ ഈ പറഞ്ഞ ആശയം. വമിൻ ആയാതിഹി ലൈലു വന്നഹാർ, അള്ളാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ചിലതാണ് ലൈലു വന്നഹാർ, രാവും പകലും. അള്ളാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ആ തെളിവുകളിൽ ചിലതാണ് രാവും പകലും. ശംസു വൽ ഖമറു, ലൈലു വന്നഹാർ, വശംസു വൽ ഖമറു, പിന്നെ പറയുന്നു സൂര്യനും ചന്ദ്രനും. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട രാവ്, പകല്, സൂര്യൻ, ചന്ദ്രൻ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന, അവരെ ബന്ധിക്കുന്ന 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് രാവ്, ഒന്ന് പകല്, ഒന്ന് സൂര്യൻ, ചന്ദ്രൻ. ഇത് നമ്മളെ ബന്ധപ്പെടാത്തൊരു ദിവസമല്ല. അങ്ങനെ സാധാരണമായി നിത്യജീവിതത്തിൽ കണ്ടും അനുഭവിച്ചു പോകുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ചിലതാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇഷ്ടം പോലെ ദൃഷ്ടാന്തങ്ങളുടെ അതിൽ ഒന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫസ്ജുദൂ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി, നിങ്ങൾ ഒരിക്കലും ഈ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട സൂര്യനെയും ചന്ദ്രനെയും നമിക്കരുത്, അതിന് മുമ്പിൽ സുജൂദ് ചെയ്യരുത്, അതിനെ വണങ്ങരുത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവയെ പടച്ച സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നിങ്ങൾ നമിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവനെ ആരാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഈ ആയത്തിന്റെ ഘടന ശ്രദ്ധിച്ചു നോക്കുക. 4 അടയാളങ്ങൾ പറഞ്ഞു. സൂര്യൻ, രാവ്, പകല്, സൂര്യൻ, ചന്ദ്രൻ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിന്, അത് ആയത്താണെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം എന്നർത്ഥം. ആ ചിന്തയും പഠനവും നിങ്ങളെ അതിൽപ്പെട്ട സൂര്യനെയും ചന്ദ്രനെയും നമിക്കാൻ കാരണമാക്കരുത്. അതിന്റെ അത്ഭുതങ്ങൾ കണ്ട്, സൂര്യന്റെ അത്ഭുതങ്ങൾ കണ്ട്, ചന്ദ്രന്റെ അത്ഭുതങ്ങൾ കണ്ട് അതിന്റെ മുമ്പിൽ തലകുനിച്ചു പോവരുത്. അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇഷ്ടം പോലെ. സൂര്യനും ചന്ദ്രനൊക്കെ പഠിച്ചാൽ തീരാത്ത വിവരങ്ങളാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വാധീനം നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധമാണ്.
എന്നാൽ അത് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ മുമ്പിൽ പോയി തല കുനിച്ചു പോകരുത്. സൂര്യാരാധന പറ്റില്ല, ചന്ദ്രബിംബത്തെ ആരാധിച്ചുകൂടാ, വണങ്ങിക്കൂടാ. പിന്നെന്ത് വേണം? വസ്ജുദൂ ലില്ലാഹി, അള്ളാഹുവിനെ ആരാധിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആശയം എന്താ പറയുക? നിങ്ങൾ പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങളുടെ അത്ഭുതങ്ങൾ കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അത്ഭുതങ്ങൾ കണ്ട് അതിന്റെ മുമ്പിൽ തല കുനിച്ചു പോകരുത്, നമിച്ചു പോകരുത്. പിന്നെ നിങ്ങളുടെ ചിന്ത സ്വാഭാവികമായിട്ടും എത്തേണ്ടത് അതിനങ്ങനെ സംവിധാനിച്ച ഫസ്ജുദൂ ലില്ലാഹ്, അള്ളാഹുവിനെ അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകണം എന്നാണ്. ഇത് ഈ പറഞ്ഞ തത്വം ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ തത്വം. പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ പഠിച്ച അള്ളാഹുവിലേക്ക് എത്തുകയാണ്. ഈ പറഞ്ഞ തത്വം മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ. അപ്പൊ നമ്മള് ഒരു ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങൾ, ചിത്രശാലകൾ ഒരുപാടുണ്ട്, നമ്മൾ പലരും കാണാറുണ്ടാവും. നല്ല നല്ല ആകർഷകമായ ചിത്രങ്ങൾ ഇങ്ങനെ ഭംഗിയോടുകൂടി വരച്ച് തീർത്ത് അതൊരു ഗാലറിയിൽ ക്രമീകരിച്ചു വെച്ച് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സന്ദർശകൻ, ടൂറിസ്റ്റ് അതിങ്ങനെ നടന്നു കാണും. ഓരോ ചിത്രവും ആസ്വദിച്ച് അയാൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണും മനസ്സൊക്കെ നിറഞ്ഞു നിൽക്കും. എന്തൊരു ഭംഗി, എത്ര ഗംഭീരമായിരിക്കുന്നു എന്നിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെ പോകും. ആ പോകുന്ന ആളുടെ മനസ്സിൽ ഓരോന്ന് കാണുമ്പോഴും ഉദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ പറയുക? നിങ്ങൾ ആരാണ് ഈ കലാകാരൻ? ആരാണ് ഈ ചിത്രകാരൻ? അതിന് ആരാളോട് ചോദിപ്പിക്കാൻ പഠിക്കേണ്ടതില്ല. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം എങ്ങനെ വരും? ആരാണ് ഇതിങ്ങനെ വരച്ചത്? ആരാണ് ഈ കലാകാരൻ? അതാണ് ആ സ്വാഭാവികമായ കാര്യമാണ് അള്ളാഹു പറയുന്നത്. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ ഇങ്ങനെ കൺമുമ്പിൽ നിൽക്കുന്നു, സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും ഒക്കെ. അതിങ്ങനെ നോക്കി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം ആരാണ് ഇതിന്റെ സൃഷ്ടാവ്? ഈ കലാസൃഷ്ടി, ഈ പ്രപഞ്ചം എന്ന കലാസൃഷ്ടിയുടെ സൃഷ്ടാവാരാണ്? ആകാശത്തെ പറ്റി ഖുർആൻ പറയുന്നത് ലിന്നാദിരീൻ, നോക്കി കാണുന്നവർക്ക് കാണാവുന്ന വിധം അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ആ അലങ്കാരം ഇങ്ങനെ നോക്കി കാണുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ആരാണ് ഇത് അങ്ങനെ അലങ്കരിച്ചത് എന്നാണ്. അതാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഖുർആൻ ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നത്. ആ അള്ളാഹുവിനെ വണങ്ങണം. ഇപ്പൊ നമ്മൾ നല്ലൊരു വീട്, ഒരു കൊട്ടാരം, ഇപ്പൊ മൈസൂർ കൊട്ടാരം, ടൂർ പോകുന്നവരൊക്കെ ഉണ്ട്. മൈസൂർ കൊട്ടാരം നമ്മളിങ്ങനെ പോയി കാണും. അതിന്റെ ഓരോ ഭാഗവും നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് അത്ഭുതം കൂടി ഇങ്ങനെ പോകും. നമുക്ക് എന്താ തോന്നുക? ആരാണ് ഇത് പ്ലാൻ ചെയ്തത്? ആരാണ് ഇത് ഉണ്ടാക്കിയത്? എന്താണ് ആ ചോദ്യം? സ്വാഭാവികം, ആരും ചോദിപ്പിക്കണ്ട, സ്വാഭാവികമാണ്. അവിടെ നിരത്തി വെച്ചിരിക്കുന്ന കലാസൃഷ്ടികളുണ്ട്, ശില്പങ്ങളുണ്ട്. ആ ശില്പങ്ങൾ ഇങ്ങനെ കാണുമ്പോ രാജാവിനെ അങ്ങനെ തന്നെ അവിടെ കൊടുത്തിരുത്തിയ മാതിരിണ്ട്. നമ്മൾ പറയാം, ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ജീവനോടെ ഇരിക്കുന്നത് ജീവനുള്ള മാതിരി തോന്നുന്ന അത്ര കൃത്യമാണ് ആ ശില്പം എന്നാണ് നമ്മൾ ചോദിക്കുന്ന. ആരാണ് ഈ ശില്പി? ആരാണ് ഈ ശില്പി? അയാളാണ് ബഹുമാനം, അല്ല ശില്പത്തോടല്ല. അതേ അവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കണ്ടും നോക്കിയും കേട്ടുമൊക്കെ പഠിച്ചിങ്ങനെ പോകുമ്പോ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ടും എത്തേണ്ട ചോദ്യം ആരാണ് ഇതിന്റെ ശില്പി? ആരാണ് എഞ്ചിനീയർ? ആരാണ് ഈ കലാകാരൻ? ആരാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരകൻ എന്നിങ്ങനെ മനസ്സ് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമാണ് അള്ളാഹു എന്നുള്ളത്. അവനെയാണ് അന്വേഷിക്കേണ്ടത്, അല്ല സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇവിടെ സംഭവിക്കുന്ന അതാണ്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ പഠിച്ച് അതിന്റെ അത്ഭുതം കൂടി അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യരുത്, അതിന്റെ മുമ്പിൽ നമിക്കരുത്. അവയെ അങ്ങനെ രൂപപ്പെടുത്തി ഒരുത്തണ്ടല്ലോ, അവനെയാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലെ അനുഭവം പറയാം. ഇപ്പൊ നമ്മള് ഒരു മൊബൈലില് ക്യാമറയില് നല്ലൊരു സീനറി ഇങ്ങനെ പകർത്തുന്ന ഒരുത്തൻ,
നല്ല സൂര്യൻ, അങ്ങനെയുള്ള അതിന്റെ ആ രംഗം, ഒരു സൂര്യൻ അസ്തമിക്കുന്ന രംഗം, ആ ചമന്ന ചായയില് ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ തിരിച്ചു കൂട്ടിലേക്ക് പറക്കുന്ന രംഗവും ഒക്കെ കൂടി ഒരു പുഴയും തീരവും ചെടിയൊക്കെ ഇങ്ങനെ തെങ്ങൊക്കെ ഒരു ചിത്രം അങ്ങനെ ഭംഗിയായിട്ടാണ് പകർത്തും. ചില ആളുകൾ അത് പകർത്തിയാൽ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരും, അയച്ചു തരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, ആ വളരെ ഗംഭീരമായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ അറിയും. ഇതാരെ? ഞാൻ തന്നെ പകർത്തിയതാണ്. അതെന്താ ചിത്രം കണ്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മള്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് ആരാ പകർത്തിയതെന്നാ. വേഗം ചോദ്യം, ആരാണ് ഇങ്ങനെ ഫോട്ടോ പകർത്തിയതെന്നാ. ആ പകർത്തിയവനോടാണ് നമ്മൾക്ക് ഇത് ഗംഭീരമായിട്ടുണ്ടോ, ഉഷാറായിട്ടുണ്ട് എന്ന് പറയും. നിങ്ങൾ നോക്കൂ, അതൊരു ഉദാഹരണമാണ്. ഇനി അതേ സംഗതി ഇതൊരു പകർത്തിയ ചിത്രമാണല്ലോ, നമ്മൾ ആലോചിച്ച് നോക്ക്. ഇതൊരു ക്യാമറയിൽ മൊബൈലിൽ ഇങ്ങനെ പകർത്തിയതാണ്, എന്നാൽ അതിന്റെ ഒറിജിനലാണ് ഇവിടെ ഉള്ളത്. അതിനാണ് നമ്മൾ ഈ പകർത്തിയത്. ആ ഒറിജിനൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതിനെങ്ങനെ നോക്കിയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ചോദ്യം എന്താണ്? ആരാണ് ഇതിന്റെ ശില്പി? ആരാണ് ഈ കലാകാരൻ? അതാണ് ശരിക്കും ഖുർആൻ ഉപയോഗിക്കുന്ന രീതി. ആയത്തോട് നോക്കൂ നിങ്ങൾ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമരി ഫസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിന്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ചിലത് രാവും പകലും അതിൽപ്പെട്ടതാണ്, സൂര്യനും ചന്ദ്രനും അതിൽപ്പെട്ടതാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമരി, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നമിക്കരുത്. ആ ദൃഷ്ടാന്തങ്ങൾ പഠിച്ച് അതിന്റെ മുമ്പിൽ തല കുനിക്കരുത്. ഫസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവയെ അങ്ങനെ സൃഷ്ടിച്ചൊരുത്തനുണ്ടല്ലോ, ആ സൃഷ്ടാവിലേക്കാണ് നിങ്ങളുടെ മനസ്സ് പോകേണ്ടത്. അവനെയാണ് നിങ്ങൾ നമിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയവൻ, ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ കാണിച്ചെന്നവൻ, അവനെ നമിക്കുക നമ്മൾ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് എങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇത് ലളിതമായ ഒരു ചിന്തയാണ്, ഒരു കെട്ടിക്കൊടുക്കുമില്ലാത്ത ഒരു തത്വം. വലിയ ഫിലോസഫി പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല, ലളിതമായിട്ട് പഠിച്ചു പറഞ്ഞു. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നോക്കുക, നമ്മൾ ജീവിക്കുക, നമ്മൾ നോക്കുക. വഫി അൻഫുസിക്കും അഫലാ തുബ്സിർ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക, നിങ്ങൾ കാണുന്നില്ലേ? എന്തൊക്കെയാണ് ഖുർആൻ ആയത്തുകളായിട്ട് പറയുന്നത് നിങ്ങള്? നമ്മൾ വിചാരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തം മാത്രമല്ല, പലതും മനുഷ്യ ശരീരത്തെ വിലയിരുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അത് ദൃഷ്ടാന്ത. രാവ് പകല് പറഞ്ഞു, മഴയെ പറ്റി പറഞ്ഞു, പ്രകൃതി പ്രപഞ്ച ദൃഷ്ടാന്തങ്ങൾ മുഴുവനും പറയുന്നുണ്ട്. കാറ്റ്, ഇടി, മിന്നലൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. ഇതൊരു ഒരു വേദഗ്രന്ഥത്തിലായി പറയുന്നു കേട്ടോ, അല്ലെ സയൻസിന്റെ ഗ്രന്ഥമല്ല. ഇതിലാണ് ഈ പറഞ്ഞതൊക്കെ പഠിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. അങ്ങനെ നമുക്ക് മനസ്സിലാവോ? പഠിച്ചു നോക്കണം എന്നാ പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാവ് പകലുകൾ ഇങ്ങനെ മാറി വരുന്നു, നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന രീതിയിൽ മാറി വരുന്നു എന്നാണ്. വെറുതെ അറിയാതെ മാറുകയല്ല. മനുഷ്യന്റെ ജീവിത സന്ധാരണത്തിന് അനുയോജ്യമായ ക്രമത്തിൽ വ്യവസ്ഥാപിതമായ ചിട്ടയോടുകൂടി രാവും പകലൊക്കെ മാറി വരുന്നു. ചിന്തിക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിയുള്ളവർക്ക് നല്ലോണം നോക്കി അതിങ്ങനെ കാണാം. അപ്പൊ എല്ലാ കാര്യങ്ങളും. ഇനി വേറെ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പ്രളയം ഉണ്ടാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ഭൂമി കുലുക്കത്തെ പറ്റി. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. അങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത കുറെ സംഗതികൾ മനുഷ്യനെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. പിന്നെ നബിമാർ മുഖേന കാണിക്കുന്ന മുഴ്സത്തുകളുണ്ട്, അതും ദൃഷ്ടാന്തം തന്നെയാണ്. അതിന് ആയത്ത് എന്നാ പറയാം. നമ്മൾ മുഴ്സത്ത് എന്ന് പറയും. മുഴ്സത്തിന് ഖുർആൻ ഹദീസ് ഉപയോഗിച്ച വാക്കല്ല. ആയത്താണ് തെളിവ്. ഇപ്പൊ നബിമാര് പല അത്ഭുതങ്ങൾ, മൂസാ നബിന്റെ കാലത്തുണ്ടായ മുഴ്സത്തുകളുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഴ്സത്ത്, പല ചെറിയ ചെറിയ മുഴ്സത്തുകളുണ്ട് സാന്ദർഭികമായിട്ട് കാണിച്ചു കൊടുത്തത്. ഏറ്റവും വലിയ മുഴ്സത്താണ് വിശുദ്ധ ഖുർആൻ. അതൊരു മുഴ്സത്താണ്, ആയത്താണ്. ആയത്തിന്റെ പ്രയോഗം തന്നെ എങ്ങനെയാ അറിയുന്നത്? അത് ഒരു ദൃഷ്ടാന്തമാണ് മൊത്തത്തിൽ എന്നതിന് പുറമെ അതിൽ ഓരോ വരികളും ആയത്താന്നാ പറയാം. ഖുർആന്റെ ആയത്ത് എന്നാ പറയുന്നത്. ഓരോ വരികളും അക്ഷരങ്ങളും ഒക്കെ ആയത്ത, തെളിവാണ്. ആയത്താണ് തെളിവ്.
ഈ പ്രപഞ്ചം മൊത്തം ഒരു ആയത്താണ്, ദൃഷ്ടാന്തമാണ്. വായിച്ചാൽ തീരാത്തൊരു പുസ്തകം. ഖുർആൻ നമുക്ക് വായിച്ചു തീർക്കുകയും ചെയ്യാം, ആശയം മുഴുവൻ കിട്ടിയില്ലെങ്കിലും. എന്നാ വായിച്ച് തീരാത്ത അതിബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഈ പ്രപഞ്ചം. നിങ്ങൾ വായിക്കുക, പഠിക്കുക. അങ്ങനെ വായിച്ചും പഠിച്ചും പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സൂത്രധാരൻ, ഒരു എഞ്ചിനീയർ, ഒരു കലാകാരൻ, ഒരു ശില്പി അതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് വേഗം മനസ്സങ്ങോട്ടെത്തും. അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന മാർഗം. ഇതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്ര ഒരു വിഡ്ഢിത്തം, മനസാക്ഷിക്ക് എതിര് പറയാന്നുള്ളത് അത്ര ശക്തമാണ്. ഇത് നിഷേധിക്കുന്നവൻ സത്യമായിട്ട് മനസാക്ഷിക്ക് എതിര് പറയാണ്. അവന്റെ മനസ്സിൽ ഇങ്ങനെ വരും ചോദ്യങ്ങൾ. പിന്നെ അതെങ്ങനെ ഓരോ രംഗത്തും കാണാം. പ്രകൃതിയിലേ അതുള്ളതാണ്. ആ പ്രകൃതി ബോധത്തെയാണ് നിഷേധിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഖുർആന്റെ ഒരു ആയത്ത് ആ പ്രകൃതി ബോധത്തെ പറ്റി, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹി ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ. നിങ്ങൾ ആ ഒരു ശൈലി ഒക്കെ നിങ്ങൾ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ അലൈഹാ. അല്ലാഹ് നിന്നെ സൃഷ്ടിച്ചൊരു പ്രകൃതി ഉണ്ടല്ലോ. നമ്മൾ ഈ സൃഷ്ടിപ്പിന്റെ ഈ പ്രകൃതി ഉണ്ടല്ലോ, എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്ന ആ കോലത്തിൽ അതേ മനസ്സും അതേ ശരീരവുമായിട്ട് നീ മതത്തിന്റെ നേരെ ഇങ്ങനെ മുഖം നേരെ അങ്ങോട്ട് നിർത്തുക. ഫഅഖിം വജ്ഹക ലിദ്ദീൻ, മതത്തിന്റെ നേരെ നേരെ അങ്ങോട്ട്. ആ പടച്ച ആ പ്രകൃതിയിൽ തന്നെ ഒന്നും കൂട്ടിമാട്ടൊന്നും വണങ്ങൽ നിന്നായി. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫത്തറന്നാസ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റമൊന്നുമില്ല, ആ സൃഷ്ടിപ്പിൽ തന്നെ നിൽക്കുക. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഹനീഫൻ, നേരെ നിൽക്കണം എന്നാണ്. പടച്ചോ നമ്മളുടെ മനസ്സിൽ വന്ന വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഉണ്ട്, ശരീരത്തിന് വന്ന പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കോട്ടിമാട്ടിലും വായിക്കലും ഒന്നുമില്ലാതെ മതത്തിന്റെ നേരെ നേരെ തിരിഞ്ഞു നിർത്താൻ മതി. ലാ തബ്ദീല, ഒരു മാറ്റൂല. ദാലിക ദീനുൽ ഖയ്യിം, അങ്ങനെ നടത്തുന്ന മതമാണ് ശരിക്കുള്ള മതം. എന്താ ഈ പറഞ്ഞാൽ നിങ്ങള്, മതം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദീന് അള്ളാഹുവിനൊക്കെ പരിചയപ്പെടുത്തി പരലോകത്തെ പരിചയപ്പെടുത്തി ഇങ്ങനെ നിൽക്കുന്നു. നമ്മളോ അള്ളാഹ് സൃഷ്ടിച്ച വേറെ സൃഷ്ടിക. നമ്മൾ ആ മതത്തിന്റെ നേരെ ഇങ്ങനെ നിന്നുകൊടുത്താൽ മതി. എങ്ങനെയുള്ള ആ കോലത്തിൽ സൃഷ്ടിച്ച അതേ വികാര വിചാരങ്ങളൊക്കെ പോയി മതവും നമ്മളും തമ്മിൽ ഇങ്ങനെ അനുപൂരകമായിട്ട് നിൽക്കും, ഫിറ്റായിട്ട് നിൽക്കും. ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കേണ്ട മതത്തിന് വേണ്ടി മതം നമ്മൾക്ക് വേണ്ടി തിരിച്ചിങ്ങോട്ട് ആക്കും വേണ്ട, രണ്ടും വേണ്ട. നമ്മളും മതവും തമ്മിൽ വളരെ കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അതാണ് പ്രകൃതിയിൽ ആ ബോധമുണ്ട് എന്ന് പറഞ്ഞത്. പ്രകൃതിയിൽ ആ ബോധം ഒരു നിഷേധിയായ ഓർമ്മ സംഗതി. ഒരു കേരളത്തിലെ ഇപ്പോഴും വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ചില പത്രങ്ങളിലൊക്കെ കോളം കൈകാര്യം ചെയ്യുന്ന ആളാണ്, മുസ്ലിം പേരുള്ള ഒരാളാണ്. തന്നെ നിഷേധിയാണ് അയാൾ. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. എഴുതിയത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, അയാൾ ഏറ്റവും അടുത്തൊരു മിത്രം, അയാൾ നല്ല വിശ്വാസിയും അതൊക്കെ ഉള്ള ആളാണ്. അയാളുടെ ഒരു മകൻ 10-25 വയസ്സായ നല്ല ചെറുപ്പത്തിലുള്ള ഒരു മകൻ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചു. ആ മരണം സംഭവിച്ചപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അത്തരം ആളുകൾ, യുവാക്കളൊക്കെ മരിക്കുമ്പോൾ ആളുകൾ തടിച്ചുകൂടും. ഇയാളും ചെന്നു. ഇയാൾ പറഞ്ഞു ഞാനും അവിടെ ചെന്നു, പക്ഷെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ബാക്കിയുള്ള ആളുകൾ അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്, പരലോകം പറയുന്നുണ്ട്, പ്രതിഫലം ക്ഷമിക്കുന്നതിന് കൂലി പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും പറയാനില്ലായിരുന്നു, ഒന്നും പറയാനില്ല. എന്താ പറയാ, നിർവികാരനാണ്. നിർവികാരനാകണം, ആകില്ല നിവൃത്തില്ല. വികാരം ഉണ്ടായ മതായി വരും. സാറിലോട്ടോ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി, ഇതിനെ ക്ഷമിക്കണ് എവിടേക്ക്, പരലോകത്തേക്ക് വേണ്ടിയോ? ഇവിടെ എന്താ ക്ഷമിച്ചിട്ടാള്, എന്റെ കുട്ടി പോയില്ലേ എന്ന് ചോദിക്കൂലേ? അത് മതനിഷേധം, ദൈവനിഷേധം നടത്തുന്ന ഒരാൾക്ക് അങ്ങനെ കഴിയൂ. അങ്ങനെ
അങ്ങനെ കഴിയും. അതേസമയം നമ്മൾക്കൊക്കെ കൂടിയാല് പലതും പറയാണ്ട് സമാധാനിപ്പിക്കാണ്ട് ആ മരിച്ച അപകടം പറ്റിയ കുട്ടിയുടെ ബാപ്പാക്ക് വലിയ ആശ്വാസം കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടറിയോ? പടച്ചവന്റെ വിധിയാണെന്ന് വിശ്വസിക്കും. പടച്ചവൻ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ആ വിശ്വാസം നല്ല സമാധാനം കിട്ടും. പക്ഷെ ഇവനൊന്നും പറയാനില്ല, ഒന്നും തിരുത്തി കൊടുക്കാനില്ല, ഒരഭിപ്രായം ഇന്നതാണ് നല്ലതൊന്നും പറയാനില്ല, വെറുതെ അങ്ങനെ പോയി നിൽക്കണം. അത് അയാൾ തന്നെ എഴുതാണ്, എനിക്കൊന്നും പറയാനില്ലായിരുന്നു, കാരണം ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് മനുഷ്യന്റെ ഈ വിശ്വാസം എന്ന് പറയുന്നത്. പടച്ചവനെ വിശ്വസിക്കുന്ന പ്രകൃതിയുടെ താല്പര്യമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല മനുഷ്യനെ. ആ ഖുർആൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണത, ഈ സമുദ്രം തിരമാല വലിയ തിരമാലകൾ അടിച്ചു വീശുന്ന സമുദ്രത്തെ പറ്റി പരിചയം. ഏതാ യാത്രയില് കാറ്റിലും കോളിലും പെട്ട് കപ്പൽ തകിടം മറിയുകയോ മുങ്ങിപ്പോവുകയോ ആടി ഉലയുകയോ തകരാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നുന്ന ഘട്ടം വരുന്നു. ആ സന്ദർഭത്തിൽ മുനി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് അവർ ഖുർആന്റെ ഉപയോഗം നിഷ്കളങ്കമായിട്ട് അവർ അള്ളാഹുവിലേക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കും എന്ന് പറയുന്നുണ്ട്. ഈ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കല്ല എന്താ ചെയ്യാ? എങ്ങനെയാ യാത്ര? കപ്പൽ യാത്ര പറയുന്നതിന്റെ ഉദാഹരണം പറയുന്നത്, കപ്പൽ യാത്ര ചെയ്തോടെ അന്വേഷണം കിട്ടും വിവരം. കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കരയിൽ നിന്ന് ഈ കപ്പലിലേറി അങ്ങോട്ട് പോവാണ്. നടുക്കടലിൽ എത്തിയാല് പിന്നെ കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4 ഭാഗത്തും അലയടിച്ചുയർന്ന സമുദ്രം. മേലോട്ട് നോക്കിയാ വിശാലമായി നിൽക്കുന്ന ആകാശം, ചുറ്റുഭാഗം വെള്ളം മാത്രം, വേറെ ഒരു ലോകവുമില്ല, ഒരു കണക്ഷനും ഒടുക്കൊന്നുമില്ല, ഒരു പിടുത്തമില്ല. ചെറിയൊരു കപ്പല്, എത്ര വലുത് പറഞ്ഞാലും ആ സമുദ്രത്തിന്റെ നടുക്ക് വെക്കുമ്പോൾ ഒരു കോപ്പ മാത്രം ഇങ്ങനെ ചെറിയൊരു കപ്പുമായിട്ടേ തോന്നുള്ളൂ, അത്രേ ഉണ്ടാവുള്ളത്. അതിലിങ്ങനെ കുറച്ച് മനുഷ്യന്മാര് അതിങ്ങനെ കാറ്റിലും കോളിലും പൊട്ടി ഇങ്ങനെ ആടി ഉലഞ്ഞ് ജീവൻ നഷ്ടപ്പെടും, ഇപ്പം മുങ്ങും, പൊട്ടിപ്പിളരും എന്നിങ്ങനെ വന്നാൽ അതിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതാ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അപ്പല്ലാണ്ടായത്. അപ്പൊ എങ്ങനെ അള്ളാഹ് വരുന്നവർക്ക്? അള്ളല്ലാന്ന് പറഞ്ഞിരുന്ന പടച്ചവന്റെ സാന്നിധ്യവും അസ്തിത്വവും ഒക്കെ തള്ളി പറഞ്ഞിരുന്ന ആൾക്കാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന? അള്ളണ്ടോ? അവിടെ വേറൊരു സഹായവും കിട്ടാത്ത ആ അവസ്ഥ വരുമ്പോ മനുഷ്യന്റെ മനസ്സ് സ്വമേധയാ സ്വാഭാവികമായും പടച്ചവനെ രക്ഷിക്കണേ എന്നാണ് വിളിക്കും. അത് ബഹുദൈവ ആരാധകരും അപ്പൊ അള്ളാഹിനെ വിളിക്കും. ഒരു ആരാധന ഇല്ല എന്ന് പറഞ്ഞ നടത്തിയിരുന്ന ആളും വിളിക്കും. അത് വിളിക്കുന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മള്? നമുക്ക് അതിന്റെ മറുഭാഗം ചിന്തിച്ചു നോക്കുക. വിളിക്കൂല എന്ന് വെക്കുക തൽക്കാലം. പിന്നെ എന്താ അവന്റെ മനസ്സിലപ്പുണ്ടാവുക? വെറുതെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിച്ചാ നിൽക്കുമ്പോ വെറുതെ ഇങ്ങനെ ഒരു വികാരം ഇല്ലാതെ ഇങ്ങനെ ഒരു വെള്ള കടലാസുമാരി ഇങ്ങനെ നിൽക്കുക. അയാളുടെ മനസ്സ് ഇല്ല. മറ്റുള്ളവരൊക്കെ മറച്ചു പിടിച്ചിട്ടെങ്കിലും വിളിക്കും, ഇല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ വിളിക്കും. ദൈവമേ എന്നാണ് വിളിക്കും. പല നിരീക്ഷണവാദികളും വിളിക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്. എമകാരശ്ശേരി സാറിന് നിങ്ങൾക്ക് അറിയാം, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അജ്ഞേയവാദി എന്നാ, ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല മൂപ്പർ പറയല്. അയാളൊരു ക്ലിപ്പിംഗ് കണ്ടിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യത്തില് അദ്ദേഹത്തെ കുറെ ചോദ്യോത്തരാ. അതിലെ ചോദ്യം എന്താ പറയുക? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാര്യമായിട്ട് പണിയെടുത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങളിലേക്ക് സ്വാതന്ത്ര്യം കിട്ടൂലായിരുന്നു ഒരു ആള് പ്രസംഗിച്ചു എന്നാണ്. അതിനെതിരെ നീന ആൾക്കാരത് എല്ലാവർക്കും അറിയണാണ്. ആ ചോദ്യം കിട്ടിയപ്പോ മൂപ്പര് ദൈവമേ എന്ന് ആദ്യം വിളിക്കണത്. ഇങ്ങനത്തെ നോണ പറയാൻ വയ്ക്കുവോന്നാ. അത് അറിയാതെ വിളിച്ചു പോവാണ്. കാരണം അയാൾക്ക് അതിന്റെ ചരിത്രം ശരിക്കും അയാൾ പഠിച്ച ആളാണല്ലോ. ദൈവമേ എന്നിട്ട് ഇങ്ങനെ എങ്ങോട്ടാ ഉത്തരം പറഞ്ഞു, ചിരിച്ചുകൊണ്ടാ ഉത്തരം പറഞ്ഞു. ഇങ്ങനെയും പറയാൻ കഴിയുമോ മനുഷ്യന്മാർക്ക് എന്നാ. സ്വാതന്ത്ര്യ സമരത്തിന് പക്ക എതിരായിരുന്നു വരും. ഒക്കെ എല്ലാവർക്കും അറിയുന്ന. ഞാൻ ആ രാഷ്ട്രീയം പറയല്ല, അതിന്റെ വിഷയം അതാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ സമരം ഞങ്ങളുണ്ടാക്കിയെന്ന് പറയുമ്പോൾ വിളിക്കല്ല എന്താ കേട്ടാ?
വേറൊരു നിർവാഹമല്ല, ദൈവമേ എന്നാണ് വിളിച്ചു. ആ ക്ലിപ്പിംഗ് കാണാം, യൂട്യൂബിൽ കാണാം. ഞാൻ പറഞ്ഞത് ചോ, ഇത് പ്രകൃതിയാ ഉള്ള മനുഷ്യന്റെ ഒരു ബോധമാണ്. അതില്ലാതാക്കാൻ കഴിയില്ല. അതിനെതിരിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെയും കൃത്രിമമായിട്ട് നമ്മൾ ചമയുകയാണ്. ഉള്ളിലെ മനസാക്ഷിക്കെതിരിൽ പറയുകയാണ്. കൃത്യമായിട്ടും ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അത് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചോനന്റെ സാന്നിധ്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തി ഇങ്ങനെ പോകുന്ന ജീവിതത്തിലെ അടക്കവും അനക്കവും എല്ലാറ്റിലും അത് കാണാം. എല്ലാം കൃത്യമാണ്, ആ കൃത്യതയിൽ കാണാം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ പറയുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ ഈ സംവിധാനത്തെ പറ്റി പറയാറുണ്ട്. ആ സംവിധാനം വളരെ കണിശമാണ്. ഇപ്പൊ നമ്മളെ സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം സ്പേസിലെ സെന്ററിലേക്ക് പോയി. അന്തരീക്ഷത്തിൽ നമ്മൾ വായിച്ചല്ലോ, പത്രത്തിൽ കണ്ടല്ലേ, ഫോട്ടോ ഒക്കെ വന്നു. അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിന്റെ പരിധി വിട്ടുകൊണ്ട് ഒരു ഏരിയ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നിർത്തിയേക്കാണ്. അതിൽ പോയിട്ടാണ് ഈ റോക്കറ്റ് ഇറങ്ങുന്നത്. അവിടെ ആളുകൾ താമസിക്കുകയാണ്. അവിടെ പോയിട്ട് ആ റോക്കറ്റ് അതിൽ ഇറങ്ങിയിട്ട് ആ സെന്റർ ഇങ്ങനെ ഭൂമിയെ 10-15 തവണ ഒരു ദിവസം കറങ്ങുന്നുണ്ട്. 17 തവണയെന്ന് തോന്നുന്നുണ്ട്. അത്രയധികം തവണ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഈ പോയി താമസിക്കുന്നത്. കുറഞ്ഞ ദിവസം താമസിച്ച് തിരിച്ചു വരും. ഈ കൃത്യമായിട്ട് അവിടെ പോയി ഇറങ്ങാനും ഇത് ഇത്ര കൃത്യമായിട്ട് ചലിക്കുന്നു എന്ന് പറയാനും ഇത് നിരീക്ഷണം നടത്താനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? ഇതിനൊക്കെ കൃത്യമായ കണക്കുള്ളതുകൊണ്ടാണ്. ഇതിന്റെ ചലനത്തിനും ഇതിന്റെ നീക്കങ്ങൾക്കുമൊക്കെ അണുവിടെ തട്ടാത്ത, ഒട്ടും തെറ്റാത്ത കണക്കുകളുണ്ട്. ആ കണക്ക് അതിനുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണക്കൂട്ടി ഇവിടുന്ന് അങ്ങനെ വിട്ട് അവിടെ ആ കണക്കിന് അവിടെ എത്തുന്നത്. ആ കണക്കൊക്കെ പഠിച്ചോണ്ടാണ്. ഇപ്പൊ ചന്ദ്രനിൽ പോകുന്നുണ്ട്, ഇവിടുന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. വിക്ഷേപിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അവിടേക്ക് അതിന്റെ പറഞ്ഞാൽ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അതിന്റെ മോണിറ്ററിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ എത്തി, ഇന്ന സെക്കൻഡിൽ അവിടെ എത്തും, ഇത്രാമത്തെ സെക്കൻഡിൽ അവിടെ ഇറങ്ങും എന്നൊക്കെ പറയും. സെക്കൻഡ് മിനിറ്റ് ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ചന്ദ്രൻ ഇവിടുന്നാണ് പോകുമ്പോൾ ചന്ദ്രൻ ഒരു സെക്കൻഡ് ചന്ദ്രൻ നാണ് വൈകിയാലോ ഇതെത്തൂല. ഒരു സെക്കൻഡ് മുന്നോട്ടാണ് പോയാലോ എത്തൂല. അതെന്താ? അത് മാറൂല എന്ന് ഉറപ്പാണ്. ചന്ദ്രൻ അങ്ങനെ പോവുള്ളൂ. ആ കണിശമായ നിയമം അതിനുണ്ട്. ആ നിയമം എവിടുന്നേ കിട്ടിയത്? ചന്ദ്രൻ സ്വയം ഉണ്ടാക്കി വെച്ചതാ? അല്ല, അത് സൃഷ്ടാവ് ഒരുക്കിയതാ. ഇതൊക്കെ പഠിക്കുന്ന ഒരാൾക്ക്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പടച്ചോനെ നിഷേധിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ പഠിച്ചുകൊണ്ട് പടച്ചോനിലേക്ക് എത്താം. അതാണ് ഖുർആൻ ഉപയോഗിച്ചത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞ മാർഗമാണ് ഈ ജന്മബോധം. പ്രകൃതിയാൽ തന്നെ മനുഷ്യനില് അന്തർലീനമായി കിടക്കുന്ന ആ ബോധമുണ്ട്. അത് എല്ലാവരുടെ പ്രകൃതിയുള്ള ഒരാളെ വെറുതെ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സ്വാധീനം ഒന്നും ഇല്ലാത്ത വിധം, ഇവിടുത്തെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇവിടെ മതങ്ങളുണ്ട്, ദൈവം പറയുന്നവരുണ്ട്, ദൈവം ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എല്ലാ സ്വാധീനത്തിനും മുക്തമാക്കി ജനിച്ച ഉടനെ 4 ഭാഗത്തും അടച്ചുറപ്പുള്ള ഒരു റൂമിന്റെ ഉള്ളിൽ വളർത്തുന്നു. എങ്ങനെയൊക്കെ വളർത്താൻ നിൽക്കുക നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അവന് ഭക്ഷണം കൊത്തിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ ഓനെ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വളർത്തുന്നു. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു 1.5 വയസ്സൊക്കെ ആയതിനു ശേഷം മുലപ്പാൽ കൊടുത്ത് ചിക്കാൻ കഴിയുന്ന വിധത്തിൽ കൊടുത്തുകൊണ്ട് അവന് വളർത്തിക്കൊണ്ടുവരും. ഒരു ഭൗതിക ലോകമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അങ്ങനെ വളർത്തിയിട്ട് അവനൊന്ന് പുറത്തു വിട്ടു നോക്കേണ്ടി. നിങ്ങൾ കുറച്ചൊരു അത്യാവശ്യം ഓടിച്ചാടാനൊക്കെ ആവുമ്പം കുറെ കഴിവ് കുറവുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് പുറത്തു വിട്ടു നോക്കിയിട്ട് അങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്താണ്, ആരാണ് ഈ പ്രകാശത്തിന്റെ ആള്, ആരാണ് ഈ സൂര്യന്റെ ആള്? സ്വാഭാവികമായിട്ട് ചോദിക്കും. ഓന് ദൈവവിശ്വാസം വേറെ പഠിപ്പിക്കൊന്നും വേണ്ട, പടച്ചോന് പറഞ്ഞു കൊടുക്കണ്ട, ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൻ പറയും. അതിന് കാരണം എന്താ? നിങ്ങള് പ്രകൃതിയിൽ ജന്മന മനുഷ്യന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ് ആ ബോധം. അതിനെയാണ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ മേലെ മറട്ട് വേറെ യുക്തിചിന്തൊക്കെ നടത്തി ബുദ്ധിനെ ഇങ്ങനെ വെറുതെ മേയാൻ വിട്ടിട്ട് ഈ ഉള്ള പ്രകൃതി ബോധത്തെ ഇങ്ങനെ അടിച്ചമർത്തി നിർത്തുന്നത്. അത് നിഷേധിക്കാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ അതിന്റെ ഒരു ഭാഗം കൂടി പറയട്ടെ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ ലോകത്ത് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മൾ ശ്വസിക്കുന്നുണ്ട്. എങ്ങനെ ശ്വസിക്കണ്? എന്താ ഈ ശ്വസിക്കണം എന്നൊക്കെ അങ്ങനെ ഉണ്ടോ? നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ശ്വസിക്കാതെ എടുക്കാൻ കഴിയില്ല, ഒരു മിനിറ്റ് കൂല. ആള് നിന്നാ നമ്മൾ പറഞ്ഞത് അവിടെ പോയാൽ കഴിഞ്ഞു. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ഇങ്ങനെ വരുമ്പോ ആദ്യം നടക്കുന്ന പ്രക്രിയ എന്താ അറിയങ്ങള്? ഈ ശ്വാസം ഉള്ളിക്കാണ് വലിക്കല. അതിന്റെ ശാസ്ത്രം പറയുന്നവരൊക്കെ അത് പറഞ്ഞിരുന്നു. ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ ആദ്യം നടക്കുക. ഗർഭത്തിന്റെ അകത്ത് ശ്വാസം വലിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഉപകരണവും സജ്ജമാക്കി ഇങ്ങനെ പോന്നൊക്കെ. ആരേതൊക്കെ പറഞ്ഞു കൊടുത്തതിന്? ഇവിടെ ഇങ്ങനെ ശ്വാസം വലിക്കാൻ ഞാൻ നിൽക്കാൻ കഴിയൂല, വായുള്ളൊരു ലോകത്തേക്ക് വീണ് സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ടാവും, കരുതി പോയിക്കോട്ടെന്നൊക്കെ ഉമ്മേറ്റ ഉമ്മാക്ക് വല്ല അന്തോണ്ടത്. ഉമ്മായി വല്ല നിയന്ത്രണം നടത്തണില്ല. ഉമ്മ കൊണ്ടുനടക്കാന്നല്ലാതെ വെറുതെ കഴിയോ? ഇല്ല. എന്നാ ബാപ്പയുള്ളതിന്റെ ആള് ബാപ്പാക്കറിയോ? ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗർഭാശയത്തിനകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാ ഉപകരണങ്ങളും ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്നും കുറവില്ല, ഒക്കെ ശരി. ഇപ്പൊ നമ്മൾ ചന്ദ്രനിൽ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ല നിങ്ങള്? അതിന് ഫോട്ടോ കണ്ടിട്ടില്ലേ? ഓനെങ്ങനെ ഒരു പാക്ക് ചെയ്ത് അതിന്റെ ഉള്ളിലാക്കല. എന്താ ഈ പാക്കിങ്? ഭൂമിന്റെ ഒരു കഷ്ണം ഓന്റെ മേത്തിന് പിടിപ്പിക്കുക. വായുവിന്റെ സമ്മർദ്ദം കൃത്യമായിരിക്കണം. ഇതൊക്കെ പൊട്ടിപ്പോവും. വായില്ലാത്ത സ്ഥലത്ത് നിന്നാല് ഈ അന്തരീക്ഷത്തിന്റെ പരിധിക്ക് മനുഷ്യൻ പുറത്തു പോയാൽ ഈ നരമ്പുകളും കോയലുകളൊക്കെ പൊട്ടും. ഇതിങ്ങനെ പിടിച്ചിങ്ങനെ പുറത്തുള്ള സമ്മർദ്ദം കൊണ്ടാണ്. ഇത് ഒഴുകൂല, രക്തം ആകെ പ്രശ്നമാവും. അപ്പൊ എന്ത് വേണം? ഈ അന്തരീക്ഷം ഉണ്ടാക്കണം. ഓൻ പോണടുത്തൊക്കെ അതിനൊരു പാക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഓനെ പുറത്ത് ഘടിപ്പിച്ച് ഓക്സിജനൊക്കെ പിടിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഒരിക്കലും ഇങ്ങനെ വിടലാണ് പോകാൻ കഴിയൂല എന്നതുപോലെ അതിനേക്കാൾ ശക്തമായിട്ട് എല്ലാ ഒരുക്കങ്ങളോട് കൂടി ഭൂമിക്ക് ഇങ്ങാണ്ട് വരും. ഭൂമിക്ക് കണ്ട് ഇറങ്ങിയാൽ ആദ്യം തന്നെ ശ്വാസം കൊണ്ട് വലിക്കും. വലിക്കുമ്പോഴാണ് കുഞ്ഞിന് ജീവനുണ്ട് എന്ന് നമ്മൾ പറയല്. ആണ് ഈ കുഞ്ഞ് നഴ്സ് ചോദിക്കുക, കുഞ്ഞ് കരഞ്ഞോന്നാ ചോദിക്കുക. പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക കരഞ്ഞോന്നായിക്കല്. എന്താ കരഞ്ഞു ചോദിക്കണ്? കരഞ്ഞു പറഞ്ഞാൽ കുട്ടിക്ക് ജീവനുണ്ട് എന്നാ. കരഞ്ഞില്ലേ നഴ്സ് ഇങ്ങനെ കുത്തനാണ്ട് പിടിക്കണ്ടല്ലോ. നമുക്ക് വേജാറോ കാൽമ പിടിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കണാണ് കയ്യ് ഇട്ടുകാണ്ട്. അപ്പോഴാണ് ശ്വാസം കൊണ്ട് കയറില്ല. ആ വലിക്കല് ഇങ്ങനെ കയറും. അതിന് കയറിയില്ലേ പോയി കയ്യുന്നു. ഇതതിന് അങ്ങനെയുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ട് മൂക്ക്, ഹൃദയം ഇതാണ് തട്ടുമ്പോ കൂടി പിടിച്ച് ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. നിങ്ങൾ നോക്ക്, ഇത് യാദൃശ്ചികമാണോ? അല്ല. ഈ വായു എങ്ങനെ പെട്ടെന്ന് കയറുന്നത്? ഇവിടെ സമ്മർദ്ദമുള്ള വായു, അല്ല പ്രഷറുള്ള വായു. അത് നമ്മൾ ശരീരത്തിനനുസരിച്ച് നിൽക്കുന്നോണ്ടാ അല്ലെ അറിയും. ആ പ്രഷറുള്ള വായു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ശൂന്യമായി കിടക്കുന്ന നാസാരന്ധ്രങ്ങളിലൂടെ മൂക്കിനുള്ളിൽ കൂടെ അടിച്ചങ്ങോട്ട് കയറും. ഇതൊക്കെയാണ് പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ പൊട്ടി കരഞ്ഞ് ബേജാറായിട്ടാണ് കാര്യം. ആ കരച്ചിലുണ്ടെങ്കിലേ കുട്ടി ജീവനുണ്ട് എന്ന് മനസ്സിലാവുന്നുള്ളൂ. ആ ഡോക്ടർ പറയുന്നത് കുട്ടി കരഞ്ഞു, ഒരു പ്രശ്നമില്ലാതെ. കരഞ്ഞില്ലെങ്കിൽ തല കുത്തര പിടിച്ചിട്ടാക്കല്. ചെറിയ ഗർഭത്തിന് ഒരു ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നേഴ്സ് പിടിച്ചാണ്. അതിലിങ്ങനെ നീണ്ട് ഒരുപാട് ആണ് കയറും കാറ്റ്. കരഞ്ഞ് കിട്ടി രക്ഷപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഒരു പടച്ചോലില്ലേ? ഒരു പ്ലാൻ ചെയ്ത ഒരാളില്ലേ? വെറുതെ എങ്ങനെ ആക്കിയതാ അതൊക്കെ? അല്ല. ഇനി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കുട്ടി വലുതായിട്ട് അതിന്റെ ബാക്കിയൊക്കെ വിടുക. നമുക്ക് ഈ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞു നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ച ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യും. ഇതാണ് അതിന്റെ തത്വം. ഇതാണ് നമുക്ക് അതിനെ പറ്റി പറയുന്ന ആളുകൾ പറഞ്ഞു തരുന്നത്. ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. നമുക്ക് ആവശ്യമുള്ള ഓക്സിജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ആവശ്യമില്ല, പുറത്തു വിടും. എന്നാൽ ആൾക്ക് വേർതിരിക്കും. നമുക്ക് ഇതൊക്കെ ഇവിടെ ഉള്ള വാതകങ്ങൾക്ക് ഒരു കണക്കുമില്ല. എന്തെല്ലാം ജാതി വാതകങ്ങളായ അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് പുറത്തേക്ക് ബാക്കിയുള്ളൊക്കെ തള്ളും. അതിനൊക്കെയുള്ള യന്ത്രം ശരിക്കടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ എല്ലാവർക്കും റെഡിയാണ്. ഇനി നമുക്ക് ഒരു ലളിതമായ യുക്തി, നമ്മൾ ഈ കോടിക്കണക്കിന് മനുഷ്യൻ 800 കോടിയോ ഒക്കെ മനുഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞു. ആ മനുഷ്യന്മാരൊക്കെ കൂടി ഇങ്ങനെ ഈ ഓക്സിജൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വലിച്ച് ഇങ്ങനെ തീർത്താല് കുറച്ച് കഴിയുമ്പോൾ തീരും. എല്ലാവർക്കും അറിയുന്ന കുറച്ച് ഞാൻ തീരുത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുറത്തേക്ക് വിടുകയും ചെയ്തപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ അകത്തിരുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ കുറെ റൂമൊക്കെ അടച്ചു കൂട്ടി 4 ഭാഗത്തും എയർ ടൈറ്റ് ആക്കി നിർത്തിയില്ലെങ്കിൽ പോയി നിന്നാണ് കുറച്ച് ആൾക്കാർ നിന്നാ ബേജാറാലും കുറച്ച് ശ്വാസം കിട്ടാതെ പോകും. എന്താ ശ്വാസം കിട്ടാൻ വായു അവിടെ അല്ലേ ഉണ്ട്. ഓക്സിജൻ തീരും, കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാവും. എയർ ടൈറ്റ് ആക്കിയിട്ടാല് പിന്നെ അത് നമുക്ക് വേണ്ടാത്ത ഇങ്ങനെ കയറി നമ്മൾ കൊടുക്കും. അങ്ങനെ ആകുന്നില്ല നമ്മൾ ഈ ലോകത്ത്. ഇങ്ങനെയൊക്കെ ആയിട്ടും ആകുന്നില്ല.
എന്താ ഇതിന് പരിഹാരം എന്ന് പറയുന്നത്? നമ്മൾ അറിയാത്തൊരു പരിഹാരം ഇവിടെ നടക്കുന്നത്. നമ്മളൊരു പ്രകൃതിയിലുള്ള എന്ന് പറയും. പ്രകൃതി വെറുതെ ഉണ്ടായതാന്നാ വിചാരിക്കില്ല. പ്രകൃതിയിൽ എങ്ങനെയാണ്? നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കാൻ ഈ ചെടികളും ഒക്കെ ഇങ്ങനെ പച്ചപ്പുള്ള ഈ സാധനങ്ങളൊക്കെ അതിന് നിൽക്കുകയാണ്. മരങ്ങളും ചെടികളൊക്കെ അവരതൊക്കെ സ്വീകരിക്കും. അങ്ങനെ അവർ പുറത്തേക്ക് വിടുന്ന എന്താ അറിയോ? ഓക്സിജൻ ഇങ്ങനെ പുറത്തേക്ക് വിടും. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വിടും, അത് അവർ സ്വീകരിക്കും. അവർ ഓക്സിജൻ പുറത്തേക്ക് വിടും, നമ്മൾ ഇങ്ങോട്ടും സ്വീകരിക്കും. ഇതിന്റെ അർത്ഥം എന്താ അറിയാം നിങ്ങൾ? ഈ ചെടികളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ജീവിതം സുഖകരമായിട്ട് ഇവിടെ പോകുമായിരുന്നില്ല. നമ്മളില്ലായിരുന്നുവെങ്കിൽ ഈ ചെടികളും ഇവിടെ നിലനിൽക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെയും ഈ സസ്യലതാദികളെയും ചെടികളെയും മരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. അത് ചെടികൾക്ക് അറിയണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല, ചെടികൾ ഉണ്ടാക്കിയതല്ല. പിന്നെ എങ്ങനെ അത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത്? യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ ഉത്തരവോ? അല്ല, അത് പ്ലാൻ ചെയ്തു ഒരുത്തനുണ്ട്, അവനാണ് അല്ലാഹു. അത് യാദൃശ്ചിക എന്ന് പറയാൻ എളുപ്പമുണ്ട്. യാദൃശ്ചികത്തിന് ഇത്ര പ്ലാനിങ്ങും ബുദ്ധിയൊക്കെ ഉണ്ടാവുമോ? ഒരു ചെടിയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുകയാണ്, വളരെ കൃത്യമാണ്. അത് നമ്മൾ ഗർഭത്തിന് പോരുന്നതിന് മുമ്പേ കുറെ ചെടിയായിട്ട് പോരണ്ട. ആ ഭൂമിക്കാ പോണു കേട്ടോ, ഓക്സിജൻ കിട്ടിലേക്ക് കൊടുക്കുന്ന കുറച്ച് മരമൊക്കെ ആയിട്ട് അവിടുന്ന് പോരണോ? വേണ്ട, ഒക്കെ ഇവിടെ റെഡിയാണ്. നമ്മൾ വരുമ്പോഴേക്ക് തന്നെ മരവും ചെടിയൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. അവർ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ തരും, നമ്മൾ വേണ്ടാതെ വിടുന്നൊക്കെ ഒരു സ്വീകരിക്കും. അങ്ങനെ നമ്മളും അവരും തമ്മിലൊരു പ്രത്യേക തീരുമാനത്തിന്റെ അടിസ്ഥാനം, നമ്മൾ പറഞ്ഞ ടൈപ്പ്, അങ്ങനെ ഇപ്പൊ പറയില്ലേ, ഒരു ടൈപ്പ് ഉണ്ടാക്കി വന്ന് റെഡിയാക്കി വെച്ച പോലെ. അങ്ങനെ ഉണ്ടോ? ധാരാ ആക്കിയത് നമ്മളും അല്ല, ചെടികളും അല്ല, പിന്നെ ആരാ? ഒരാളതിന് വേണ്ടേ? അവനാണ് അല്ലാഹു. ഇങ്ങനെ എത്രയേറെ നിങ്ങൾ എല്ലാ രംഗത്തും കാണാം ഇത്തരം അനുഭവങ്ങൾ. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം അനുഭവങ്ങൾ. ഇപ്പോ നമ്മളുടെ ഈ ശരീരത്തിൽ ഓടുന്ന രക്തം, നമുക്ക് അറിയുന്ന സാധാരണ ലളിതമായ കാര്യങ്ങൾ അതൊക്കെ. ഈ രക്തം ശരീരത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് ശുദ്ധീകരിക്കാൻ സംവിധാനമുണ്ട്. ഹൃദയത്തിന്റെ ജോലി അതാണെന്നാണ് ശാസ്ത്രം പഠിച്ച ആളുകൾ പറയുന്നത്. ആ വൈദ്യശാസ്ത്രം പഠിച്ച ആളുകൾക്ക് പറയുന്നു. അതിൽ നല്ല രക്തം ചീത്തരൊക്കെ റെഡിയാക്കി, ഇങ്ങനെ വിയർപ്പായിട്ടും ഒക്കെ പല രീതിയിലും ഒക്കെ റെഡിയാക്കി ഇങ്ങനെ നിർത്തിയേക്കാണ്. അതിങ്ങനെ പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് പണിയുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കൃത്യമായിട്ട് ചലിച്ചും ഓടിയൊക്കെ നിൽക്കും. നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ ക്രമീകരിച്ച് കിട്ടും. ഇപ്പോ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന മാതിരി ഒഴുകുകയാണല്ലോ. അപ്പൊ നമ്മൾ ഈ മറ്റു രോഗമൊക്കെയുള്ള ആൾക്കാർ, ഹാർട്ട് പേഷ്യൻസ് ഒക്കെ കുടിക്കുന്ന ഗുളികകളുണ്ട്. ഇതിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് പോണേ, രക്തം ഇങ്ങനെ കട്ടി കുറച്ച് വിടുന്ന ഗുളികകൾ നമ്മൾ കുടിക്കുക. അപ്പൊ എല്ലാവരും കുടിക്കുന്നുണ്ടാവില്ല, എളുപ്പം മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ വെള്ളം കയറ്റി അങ്ങനെയാണ് പോവുന്നത്. അപ്പൊ നമുക്ക് സാധാരണമായിട്ട് അറിയുന്നൊരു യുക്തി ഉണ്ടല്ലോ, ഒരു ലളിത യുക്തി. ഇപ്പൊ നമ്മൾ ഒരുത്തന്റെ കയ്യിന്റെ വിരൽ ഇങ്ങനെയാണ് വെട്ടി ഇങ്ങനെ കൊടുത്തു. ഇങ്ങോട്ട് ഇങ്ങനെയാണ് പിടിച്ചാൽ എന്താവണം എന്നറിയങ്ങള്? ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ചോര മുഴുവനായിക്കൂടെ ഇങ്ങനെയാണ് പോവല്ലോ. കാരണം എല്ലാം ഒരു കണക്ഷനുള്ള പമ്പാ. ആ പമ്പിന് ഇങ്ങനെ ഒരു ഓട്ടയാക്കി കൊടുത്താൽ വിട്ടു. ഇപ്പൊ നമ്മളിവിടെ ഒതുടുക്കുന്ന ടാപ്പ് ഉണ്ട്. ആ ടാപ്പ് ഒരു തലക്ക് താഴെയുള്ള ഒരു ടാപ്പാണ് പൊട്ടിച്ചാൽ മതി. 10 മിനിറ്റ് കഴിയുമ്പോൾ ടാങ്കിലെ വെള്ളം മുഴുവൻ തീരും. ഒരു തുള്ളി ഇല്ലാതെ തീരും. തുറന്നാൽ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ എന്താ കാരണം? ആയിക്കൂടെ അങ്ങനെ ഒഴിക്കാണ്ട് പോവും, ടാപ്പ് പൊട്ടിച്ചാൽ പോവും. നമ്മളെ കയ്യിന്റെ ഒരു വിരൽ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്നാൽ മതി. കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ പോയിട്ട് കാറ്റ് ഒഴിഞ്ഞ ബലൂൺ മാതിരി ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഇങ്ങനെ പോവല്ലോ. പോകണമെന്നല്ലോ, പക്ഷെ പോകുന്നില്ല. ഈ അപകടത്തിലേക്ക് പെട്ട് കയ്യും കാലൊക്കെ മുറിയുന്ന ആൾക്കാരും ജീവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, രക്തം അങ്ങനെ പോവില്ല. അപ്പൊ ഇങ്ങനെ ഈ ഗുളിക കുടിക്കുന്നവർ കുറച്ച് കൂടുതൽ പോകും. എന്നാലും കുറച്ച് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലോട്ട് ചെയ്യും, കട്ട പിടിക്കും. കട്ട പിടിക്കാനുള്ള മാർഗം എന്താ? ആ രക്തത്തിൽ അതിന്റെ അംശങ്ങളുണ്ട്. ആ അംശങ്ങളുള്ള ഭാഗത്ത്, ആ മുറിവറ്റിയ ഭാഗങ്ങളിൽ ഇങ്ങനെ പാട പോലെ കുറച്ച് കഴിയുമ്പോൾ വരും. അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. രക്ത ഓട്ടം ഒഴുകി പോക്കുന്ന അവിടെയാണ് തടഞ്ഞു നിർത്തും. അതിപ്പോ ആരെ ചെയ്തത്? നമ്മളാരോ ചെയ്തു വെച്ചതാ? അല്ല, നമ്മളാരും ചെയ്തിട്ടില്ല. നമ്മൾ ജനിക്കുമ്പോഴേ അങ്ങനെ. അത് പിന്നെ എങ്ങനെയുണ്ട്? അതങ്ങനെ യാദൃശ്ചികം. എന്തിനു എളുപ്പമുണ്ട് കാര്യങ്ങള്? യാദൃശ്ചികം എന്ന് പറഞ്ഞതിന് എന്തോ ഒരു ബുദ്ധി അറിയോ? യാദൃശ്ചികം എന്നാണ് പറയാ. അത് പ്രകൃതിയുടെ പ്രക്രിയയുടെ ഭാഗമായി സംഭവിച്ചു എന്നൊക്കെ എങ്ങനെയാണ് പറയാ?
ഒക്കെ പറയാം. പക്ഷെ അതാരാണോ ചെയ്യുന്നത് അവനാണ് അതിന്റെ പടച്ചവൻ ഉണ്ടാക്കിയവൻ. അവനെ നിഷേധിക്കാൻ കഴിയില്ല മനുഷ്യന്. നമ്മുടെ കണ്ണ് ഒരു മഹാ അത്ഭുതമാണ്, പറയാൻ സമയമല്ല, ഇഷ്ടം പോലെ പറയാനുണ്ട്. എല്ലാ സംഗതികളും എല്ലാം, കാത്, ഈ ദഹന പ്രക്രിയ നടക്കുന്ന ആന്തരിക അവയവങ്ങൾ, ശരീരത്തിന്റെ മസിൽസ്, എല്ലാ മനുഷ്യ നിങ്ങളുടെ ശരീരത്തിലുണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ പടച്ചവനെ കണ്ടെത്താൻ. നിങ്ങളത് പഠിച്ചു നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറയും. ഇങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ പറയട്ടെ. നമ്മളുടെ ഈ മുറ്റത്ത് കാണുന്ന ചെടികൾ, പൂക്കള്, ഈ പൂക്കള് പല വർണ്ണങ്ങളിലാണ്. ഒറ്റ ഒരു കടലാസുമാരി, വെള്ള കടലാസുമാരി ഇങ്ങനെ നിൽക്കല്ലോ. പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ്. പകല് വിരിയുന്ന പൂക്കളും രാത്രി വിരിയുന്ന പൂക്കളും തമ്മിൽ ഒറ്റയടിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അറിയാതെ. പകല് വിരിയുന്ന പൂക്കൾ പല വർണ്ണങ്ങളിലും വിരിഞ്ഞു നിൽക്കും. മണവും കുറവായിരിക്കും. പൂക്കൾക്ക് മണം കുറയും. നല്ല ചുറുക്കുണ്ടാവും. നല്ല തുണി കുപ്പായൊക്കെ ഇട്ട് ഭംഗിയിൽ കളർഫുൾ ആയിട്ട് വന്നിരിക്കുന്നുണ്ടാവും. എന്നാൽ രാത്രി വിരിയുന്ന പൂക്കൾ നോക്കങ്ങള്, അതിന് വെള്ള നിറമായിരിക്കും. മുല്ലപ്പൂ എല്ലാവർക്കും അറിയുന്നതാണ്. എവിടെയെങ്കിലും മൂലയിലൊന്നും ഉണ്ടായാൽ മതി, മണം കിട്ടുന്നു വരും. വെള്ള നിറമായിരിക്കും. നല്ല രൂക്ഷം ശക്തമായ ഗന്ധവും മണവും ഉണ്ടാവും. നല്ല മണവും ഉണ്ടാവും, സുഗന്ധവും ഉണ്ടാവും. എന്താ അതങ്ങനെ ആയത്? അതങ്ങനെ ആയെങ്കിലേ സംഗതി ലോകത്ത് നടന്നുകൊള്ളൂ. എന്താ നടക്കാനുള്ളത്? ഈ പൂക്കളുടെ നടുക്ക് വിരിയുന്ന ഭാഗത്തുണ്ടാകും പൂമ്പൊടി ഉണ്ടാവും. അതിൽ മധുരമുള്ള തേനുണ്ടാവും. ആ പൂമ്പൊടി നുകരാൻ വണ്ടുകൾ വരണം, ചില പറവകളൊക്കെ വരണം, പാറ്റകൾ വരണം. അവരത് നുകർന്നു പോകുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും അവരറിഞ്ഞോ അറിയാതെ, അവരറിയാതെ എന്നാ പറയണ്ട, അവരറിയാതെ ആ പൂമ്പൊടികൾ അവരുടെ ചിറകുകളിലും കാലുകളിലും ചുണ്ടുകളിലും പറ്റിപ്പിടിക്കുന്നു. ഇതേ വണ്ടും പക്ഷികളും പറവുകളും പാറ്റകളും ഒക്കെ വേറൊരു പൂവിൽ പോയി ഇതേപോലെ ഇരിക്കുന്നു. അങ്ങനെ ഈ പൂമ്പൊടിയും ആ പൂമ്പൊടിയും ചേർന്ന് പരാഗണം നടക്കുന്നു. അങ്ങനെ പുതിയ പൂക്കളും ചെടികളും ഉണ്ടാകുന്നു. കാറ്റ് മുഖേന നടക്കുന്നു ഖുർആൻ പറയുന്നുണ്ട്. ചെടികൾ മുഖേന ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഈ ചെടി തീരുമാനിച്ചതാണോ എന്റെ നിറം ഇങ്ങനെ വേണമെന്ന്, മണം വേണമെന്ന്? രാത്രി എന്തിനാ വെള്ള നിറാക്കുന്നത്? രാത്രി വെള്ള നിറാക്കിയെങ്കിലേ കാണുള്ളൂ. നല്ല വെള്ള ഷർട്ട് ഇട്ടാൽ നല്ലോണം കാണും. രാത്രി അങ്ങനെയാണ്. പിന്നെ മണം എന്തിനാ രാത്രി കൂടുതൽ? രാത്രി ദൂരെ നിന്ന് വണ്ടിന് മണം ഇങ്ങനെ അടിക്കണം, എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ എത്തണം. അതിന് പറ്റുന്ന മണം ഇങ്ങനെ വണ്ടിന് കിട്ടുന്ന പൂക്കൾക്ക്. പകലാവൊന്നും വേണ്ട, വെളിച്ചുണ്ട്, നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ വന്നാൽ തന്നെ കാണും, ഇവിടുന്ന് വന്ന് നോക്കാൻ കഴിയും. ഇതൊക്കെ യാദൃശ്ചികമാണോ? അല്ല. ഈ വണ്ട് തീരുമാനിച്ചതല്ല. ഇവിടെ പരാഗണം നടന്നെങ്കിൽ ഈ ചെടികളൊക്കെ ഉണ്ടാവുള്ളൂ, കായ്കനികൾ ഉണ്ടാവുന്നു. വണ്ട് പാറ്റകൾ തീരുമാനിച്ചതല്ല. ഒരാവശ്യത്തിന് പോയി നോക്കുകയാണ്, തേൻപൊടി കിട്ടും, നല്ല മധുരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. മറ്റു അങ്ങനെ തന്നെ. അപ്പൊ ഇതൊക്കെ ഈ പ്രകൃതിയും പ്രപഞ്ചവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ആയാത്തുകളാണ്, തെളിവുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രകൃതിയിലെ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടി പ്രപഞ്ചത്തെ പറ്റി പഠിച്ചാൽ, നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് പടച്ചവന്റെ സാന്നിധ്യം മനസ്സിലാവും, അവന്റെ അസ്തിത്വം ബോധ്യമാകും. അത് നിഷേധിക്കാൻ യാതൊരു സംശയവും ഒരു തെളിവുമില്ല. ഖുർആന്റെ ഒരു ചോദ്യം, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. ചോദ്യം എന്താ നിങ്ങള്? ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു സംശയമോ? അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയോ? യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക. ഇങ്ങനെ പറയും, നിന്നെ സൃഷ്ടിച്ച് ഘടിപ്പിച്ചു സംവിധാനിച്ചു ആവശ്യമായ രൂപം നൽകി, ഇതൊക്കെ നൽകിയ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഏ മനുഷ്യ നിന്നെ പറ്റിച്ച വഞ്ചിച്ച കാര്യം എന്താണ്? അതില്ല എന്ന് പറയാൻ എന്ത് തോന്നലാണ് എനിക്ക് ഉണ്ടായത്? അവസാനിപ്പിക്കുന്നു. ഈ അള്ളാഹുവിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അവന്റെ കഴിവുകളും പറഞ്ഞു തരുന്നു.
അവനെ ആകെ നമ്മൾക്ക് അവനെ വണങ്ങി പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു അടിയാനായിട്ട് അടിമയായിട്ട് ജീവിച്ച് മരിക്കുക എന്നതാണ് നമ്മളുടെ ജീവിത ദൗത്യം. അത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.